ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്ന ഒരു വളരെ വലിയ 600 വർഷം പഴക്കമുള്ള ഒരു വലിയ ഗോപുരത്തിന്റെ ഉള്ളിൽ ഏകദേശം 27 അടി നീളമുള്ള ചുമർ ചിത്രങ്ങളുണ്ടായിരുന്നു. ചുമർ ശില്പം അത് ഏകദേശം ഒരു 10 അടിയോളം ഹൈറ്റുള്ള വിഗ്രഹങ്ങൾ, അനന്തശയന സ്വരൂപത്തിലുള്ള വലിയ വളരെ കൂറ്റൻ വിഗ്രഹത്തിന്റെ പുറത്ത് ഈ പ്രകൃതി വർണ്ണ ഛായങ്ങളുമായിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം പൂർണ്ണമായിട്ടും ആ ക്ഷേത്രത്തിലെ ബിംബങ്ങളും നമ്മൾക്ക് അധീനമായിട്ട് തന്നു ആ പൂജാരികൾ. ഒരുപക്ഷെ അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, എന്റെ ജീവിതത്തിന് ഒരു വലിയ നേട്ടവുമായിട്ട് ഞാൻ കാണുന്നത്, അവിടെ ഇങ്ങനെ ക്ഷേത്രങ്ങൾ ബാലാലയം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ, ബാലാലയം എന്ന് പറഞ്ഞ ഭഗവാനെ എടുത്തു മാറ്റി വേറെ പിന്നീട് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ചടങ്ങ്. അതിനു മുമ്പ് ഇന്ന് ജീവിച്ചിരിക്കുന്ന പൂജാരികളല്ലാത്ത ആരും തന്നെ ആ ശ്രീകോവിലിൽ കയറിയിട്ടില്ല. അപ്പോ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ശ്രീകോവിലിൽ ഒന്ന് കയറുവാൻ വേണ്ടി ഭക്തര് പഴങ്ങളും അതുപോലെയുള്ള ഫലമൂലാദികൾ കൊണ്ടുവന്ന് നമ്മൾക്ക് തന്നു നമ്മളുടെ സന്തോഷം പിടിച്ചു പറ്റിയതിനു ശേഷം ഒന്ന് കയറി ഭഗവാനെ തൊടുവാൻ പോകുന്ന ഒരു കാഴ്ച. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ഭഗവാന്റെ മേത്ത് എത്രയോളം ദിവസങ്ങൾ ഞാൻ കയറി നടന്നു. ഇതൊരു ഭക്തിയുടെ മാത്രം മാർഗമല്ല. ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാതെ കിട്ടിയ കുറെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഞാനതിന് വലുതായിട്ട് കാണുന്നു. ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് തഴുകാൻ ഉള്ള നല്ല ഓർമ്മയായിട്ട് ഞാൻ അതിനെ കാണുന്നു. എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ വരച്ച ഒരു ചിത്രം, ഞാൻ ഒരിക്കൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ വരച്ച ഒരു ചിത്രം, ഒരു സ്ത്രീ പാത്രത്തിൽ വെച്ചിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എന്റെ ഒരു ചിത്രം, എന്നെ കുറിച്ച് മാതൃഭൂമിയിൽ സപ്ലിമെന്റിൽ വന്ന ഒരു ചിത്രം, നല്ലൊരു ഫോട്ടോ കൂടി അല്ല, ഞാൻ വരച്ച ഒരു ദേവി, ഏതോ ഒരു ദേവിയുടെ ഒരു ചിത്രം എടുത്തിട്ട് ഭിക്ഷയാചിക്കുന്ന ഒരാള്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവം. ഞാൻ വരച്ചൊരു ചിത്രം എടുത്തു വെച്ചുകൊണ്ട് അവര് ഇത് ദേവിയാണ്, ദേവി കടാക്ഷം എല്ലായ്പ്പോഴും ഉണ്ടാവുമെന്ന് എന്നോട് പറയുന്നൊരവസ്ഥ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ. ഇതിന്റെ എല്ലാം മേന്മകള് ഒരു പുണ്യം പോലെ ഞാൻ കാണുന്നത് എന്റെ മനസ്സിന്റെ ചില പ്രത്യേകതരം വിങ്ങലുകൾ കൊണ്ടാവും. എന്തായാലും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒരു കലാകാരനായിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഒരു കലയെ, ഏതെങ്കിലും ഒരു കലയെ സാധകം ചെയ്യുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ആ കലയിൽ ഉപജീവനം തേടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് ആ മഹാഭാഗ്യം കിട്ടി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മഹാഭാഗ്യം ഒരു മഹാപുണ്യം പോലെ ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഒരുപാട് പേരിവിടെ ജീവിച്ച് ആരോടും പറയാതെ കടന്നു പോകുന്നു. ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കുവാൻ, വരും തലമുറക്ക് നീട്ടിയിട്ടിട്ട് പോവാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത് വളരെ ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്നു എന്ന് കാണിക്കുവാൻ ഈ ക്ഷേത്രത്തിന്റെയോ കൊട്ടാരത്തിന്റെയോ ഇപ്പോ കുറെ ഹോട്ടലുകളുടെയൊക്കെ ചുമരിൽ എന്റെ പ്രതിബിംബങ്ങളെ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ചെറുചിന്തകളെ കോറി വരച്ചിടുവാനും അടുത്ത തലമുറക്ക് അത് കാണിക്കുവാനും കഴിയുമെങ്കിൽ അതൊരു പുണ്യമല്ലേ. ഏകദേശം 8ാം നൂറ്റാണ്ട് തുടങ്ങിയാണ് കേരളത്തിലെ ചുമർചിത്ര പാരമ്പര്യം ഉണ്ടാവുന്നത്. 5 വർണ്ണങ്ങളാണ് സാധാരണ ചുമർചിത്രത്തിലുള്ളത്. ഈ 5 വർണ്ണങ്ങൾ ചുമർചിത്രങ്ങളിൽ മാത്രമല്ല, പാരമ്പര്യമായിട്ടും അനുഷ്ഠാനപരമായിട്ടും കേരളത്തിലുണ്ടായിട്ടുള്ള എല്ലാ കലാരൂപങ്ങളിലും ഈ 5 വർണ്ണങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചുവപ്പ്, മഞ്ഞ,
പച്ച, കറുപ്പ്, വെളുപ്പ്, അതിൽ ചുവപ്പും മഞ്ഞയും കാവി കലർന്നിട്ടുള്ള നിറങ്ങളാണ്. അപ്പൊ ഈ 5 വർണ്ണങ്ങൾ എനിക്ക് തോന്നുന്നു 8-ാം നൂറ്റാണ്ട് തുടങ്ങി എല്ലാ ഈ അനുഷ്ഠാനവും പാരമ്പര്യവുമായിട്ടുള്ള കലാരൂപങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. ഇത് ചുവപ്പ് മഞ്ഞയും കല്ലുകളിൽ നിന്നും പച്ച നീലമരിച്ചാറിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതിന് അപ്പുറത്തേക്ക് ഒരു പക്ഷേ പാരമ്പര്യത്തിന്റെ ആ ഒരു കനത്ത വേലിക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള അന്വേഷണം കൊണ്ടായിരിക്കണം പുറത്തേക്ക് പോകുവാൻ മറ്റു കലാകാരന്മാരെ ചിന്തിപ്പിക്കാതിരുന്നത്. ആ ഇടക്ക് മുക്കൂറ്റിച്ചാന്തും അടക്കയുടെ നീരുമെല്ലാം ചേർത്ത് എന്റെ ആ സമയത്ത് എനിക്ക് HRD ഫെലോഷിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ മുക്കൂറ്റിയുടെ ചാറും അടക്കയുടെ നീരുമെല്ലാം മിശ്രിതപ്പെടുത്തിയിട്ട് ഒരു പുതിയ ഒരു വാൻഡിയാക് ബ്രൗൺ എന്ന് പറയുന്ന ഒരു നല്ല നിറം, തളിർനാമിന്റെ വെറ്റിലയുടെ തളിർനാമിന്റെ നിറമുള്ള ഒരു പ്രത്യേക തരം കളർ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു പക്ഷേ എന്റെ ഈ ചുമർചിത്രകല പഠനത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഒരു വലിയ മികവ് തന്നെയായിരുന്നു. യക്ഷി മധുരൂപിണിയായിട്ടുള്ള, കാമരൂപിണിയായിട്ടുള്ള, സഞ്ചാരരൂപിണിയായിട്ടുള്ള സാലപഞ്ചികമാരെയും യക്ഷിയെയും എല്ലാം വരയ്ക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക തരം നിറക്കൂട്ട് അവരുടെ മേൽ പ്രയോഗിക്കുവാൻ എനിക്ക് സാധിച്ചു. അതൊരു പ്രത്യേക ഗോൾഡൻ ബ്രൗൺ തന്നെയാണ്, ഒരു പ്രത്യേക വശീകരണ ശക്തിയുള്ള ഒരു പ്രത്യേക നിറം. അത് ഒരുപക്ഷെ ഞാൻ ഈ ചിത്രകലയുടെ ഒരു അന്വേഷണ യാത്രയിൽ എന്തുകൊണ്ട് ഇതിനു മുമ്പ് ആരും പുതിയ വർണ്ണങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്ന് വന്ന ഒരു ചോദ്യം എന്റെ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹമാണ് ഒരു ചെറിയ ഹിന്റ് തന്നത്. അടക്കയുടെ ചാറ് ഒരു പ്രത്യേക തരം കളറിനെ തരുന്നു എന്ന്. പക്ഷെ ഞാൻ അടക്കയുടെ നിറവും പഴുത്ത അടക്കയുടെ ചാറും അതുപോലെ മുക്കൂറ്റിയുടെ ഇലച്ചാറും മിക്സ് ചെയ്തപ്പോൾ ഒരു പ്രത്യേക തരം ചുവന്ന പച്ച, അതായത് ഒരു പ്രത്യേക സുഖമുള്ള ഒരു വർണ്ണം ആക്കിയെടുക്കുവാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ ചുമർചിത്രകലാ വിഭാഗം അധ്യാപകനാണ്. പക്ഷേ ഒരു 5 വർഷം മുമ്പ് കേരളത്തിലെ ചുമർചിത്രകല പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു സ്ഥാപനം പോലും ഉണ്ടാകാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1989 ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങിയത്. പക്ഷെ അന്ന് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി പോയിട്ട് മറ്റൊരു സ്ഥാപനം പോലും ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയെ പിന്താങ്ങിയിരുന്നില്ല. ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ചുമർചിത്രകലയുടെ അറിയാപ്പൊരുളുകൾ പുതിയ തലമുറക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പുണ്യം ഞാൻ കാണുന്നത് ഒരു പക്ഷേ അന്ന് മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർ അതിന് മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ ഈ ചുമർചിത്രകലയുടെ അറിയാപ്പൊരുളുകൾ ഒരു തലമുറക്കും കിട്ടാതെ പോകുമായിരുന്നു. പക്ഷെ ഇന്ന് അത് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഡിഗ്രി കോഴ്സായിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. ചുമർചിത്രകലയെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് സാധ്യതകളെ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് ചുമരിൽ നിന്ന് അടർത്തി മാറ്റുവാനോ ചുമരിലല്ലാതെ ഒരു ചിത്രത്തെ സങ്കല്പിക്കുവാനോ സാധിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചിത്രങ്ങളെ കയറ്റി അയക്കുവാനും പല മാധ്യമങ്ങളിൽ അത് വർക്ക് ചെയ്ത് ഫലിപ്പിക്കുവാനും സാധിക്കുന്നു. ഒരു കാലഘട്ടത്ത് ഒരു വരേണ്യവർഗത്തിന്റെ മാത്രം കുത്തകയായിരുന്ന കേരളീയ ചുമർചിത്രങ്ങളെ സാധാരണക്കാരന്റെ കാഴ്ചപ്പാടുകളിലേക്കും സാധാരണക്കാരന്റെ സൗന്ദര്യ ദർശനത്തിന്റെ ഭാഗമാക്കുവാനും സാധിച്ചത് ഒരുപക്ഷെ ഇത്തരം വിദ്യാഭ്യാസ രീതികൾ ഉണ്ടായതുകൊണ്ടാണ്. കേരളത്തിലെ ചുമർചിത്രങ്ങളെ ഏറ്റവും ലളിതവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമുണ്ട്. എന്റെ വീട് തന്നെ ഒരു ഗാലറിയാക്കുക. ശരിക്കും ഈ ചിന്താഗതി എന്റെ മനസ്സിൽ വന്നപ്പോൾ അതിന്റെ സാധ്യതകളെ, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ചിത്രകലയ്ക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളൊരു സാഹചര്യം ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു തമാശ രൂപത്തിൽ തന്നെ അന്ന് ഞങ്ങളുടെ VC ആയിരുന്ന ഡോക്ടർ KN പണിക്കർ സാറിനോട് ഒരിക്കൽ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ വിദൂര സാധ്യതകളൊന്നും
ഒരുപക്ഷെ കാണാതെയാണോ കണ്ടാണോ എന്ന് എനിക്കറിയില്ല, വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ഒരുപക്ഷെ അത് എന്റെ മനസ്സിൽ വളരെ ധൈര്യം പകർന്നിരുന്നു. ഒരു കാലത്ത് എന്റെ ചിത്രങ്ങൾ കാണാൻ വരുന്നവരെ എനിക്ക് ചിത്രം കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഒരു ഗാലറിയിൽ എന്ന പോലെ എന്റെ ചിത്രങ്ങളെ എനിക്ക് കാഴ്ചക്കാരനെ കാണിക്കുവാൻ സാധിക്കും. ഏകദേശം ഒരു 3800 സ്ക്വയർ ഫീറ്റിൽ എന്റെ ചിത്രങ്ങളെ നിറക്കുവാൻ, കാഴ്ചക്കാരനെ കൊണ്ടുവന്ന് കൈപിടിച്ച് എന്റെ ചിത്രം ഇന്നതാണ് എന്നും എന്റെ ചിത്രങ്ങളുടെ മനോഹാരിതയോ അല്ലെങ്കിൽ അവൻ എന്ത് തൊട്ടറിയുന്നുവോ അത് കാണിച്ചെടുക്കുവാനായിട്ടുള്ള ഒരു തട്ടകം എനിക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. എന്റെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് വീടായിട്ടല്ല, എന്റെ സ്റ്റുഡിയോ പോലെ തന്നെയാണ് എന്റെ വീട്. എന്റെ കുട്ടി, എന്റെ ഭാര്യ, ഞാൻ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തില് ഏത് സമയത്തും, ഒരു മാന്യമായ ഏത് സമയത്തും വന്ന് എന്റെ ചിത്രങ്ങളെ കാണാം. നിരവധി പേര് ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കുവാനും ചിത്രങ്ങളെ വാങ്ങുവാനും എന്റെ വീടിനെ ആശ്രയിക്കുന്നു. അത് കേരളത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഗാലറിയായി തുടങ്ങുമ്പോൾ അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് പലരും വാശിയോടുകൂടി 4-5 വർഷത്തിന് ശേഷം അത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ചെയ്ത കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഒരു 45-50 വർക്കുകൾ ഒരു ഗാലറിയിൽ കാണുന്നത് പോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നൊരവസ്ഥ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നതല്ല. പക്ഷെ പിന്നീട് ഞാൻ ചെയ്ത വർക്കുകളെ കാണുവാനുള്ള ഒരു പ്രത്യേക ഒരു ലോകം എനിക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. ചിത്രകലയിൽ നിന്ന് എനിക്ക് കിട്ടിയതെല്ലാം വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടങ്ങളിൽ അതിനെ മാറ്റങ്ങൾ വരുത്തുവാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. ചിത്രശൈലി ഒരു ഐഡന്റിഫിക്കേഷൻ ടൈം എല്ലാ കലാകാരനുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കാലഘട്ടം എന്റെ ശൈലിയെ ഞാൻ വേർതിരിച്ച് കാണിക്കേണ്ടതുണ്ട്. തനത് ശൈലിയിൽ ചുമർചിത്രങ്ങളുടെ തനത് ശൈലിയിൽ തന്നെ അതിന്റെ എല്ലാ വശങ്ങളിലേക്കും കൈപിടിച്ചു നടത്തുവാൻ കഴിവുള്ള ഒരു ഗുരുനാഥനെ കിട്ടിയത് നല്ല പുണ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അടുത്ത കാലഘട്ടങ്ങളിൽ അതേ പാരമ്പര്യത്തിൽ തന്നെ വേരൂന്നി നിൽക്കുന്നതും ശരിയാവുകയില്ല. കാരണം കേരളത്തിന്റെ ദൃശ്യ സംസ്കാരങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ തനത് ശൈലിയുടെ ഒരു വക്താവായിട്ട് നിലകൊള്ളുന്നത് ശരിയാവുകയുമില്ല. അവിടെ അന്വേഷണം വളരെ ആവശ്യമാണ്. ഇത് ഞാൻ എൻ്റെ പുതിയ തലമുറയിലുള്ള എൻ്റെ ശിഷ്യന്മാരോടും പറയാറുണ്ട്. ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടിയോ അത് തന്നെ ആവർത്തന മനോഭാവത്തോടു കൂടി ഒരുപാട് വിരസതകൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കരുത്. മാറ്റങ്ങൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ചിത്രശൈലിയിൽ ഞാൻ തുടങ്ങിയിടത്ത് നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള എന്റെ ഛായാമുഖി എന്ന ചിത്രം എന്റെ പുതിയ കൽപ്പടവുകൾ, ഞാൻ ഏത് കൽപ്പടവിൽ നിൽക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ള എന്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന പുള്ളിപ്പാവാടയും കൊച്ചു കൊച്ചു മരങ്ങളും പുഴയും എല്ലാം ഒതുങ്ങുന്ന എന്റെ ഒരു ലോകത്തിലെ എന്റെ ബാല്യകാല സ്മൃതികളിലേക്ക് ഈ ചിത്രത്തെ എനിക്ക് കൈപിടിച്ച് എത്തിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഛായാമുഖി എന്ന് പറയുന്ന എന്റെ 2 ചിത്രങ്ങളിൽ, പുതിയ ചിത്രങ്ങൾ ഛായാമുഖി എന്ന സീരീസിലാണ് അറിയപ്പെടുന്നത്. ആ ചിത്രങ്ങളിലെല്ലാം മഞ്ഞ കോളാമ്പിയും കറുകയും മൂലപ്പലകയും എല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക പഴയ കാലഘട്ടത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ള, എനിക്ക് ഇനിയൊരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഞാൻ അതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ, ഇപ്പൊ അത്തരത്തിലൊരു മാറ്റങ്ങളിലൂടെയാണ് ഞാൻ എന്റെ കുമാരനാശാന്റെ ചണ്ടാലഭിഷേകി എന്ന ചിത്രം വരയ്ക്കുവാൻ ശ്രമിച്ചത്. അങ്ങനെ നിരവധി ചിത്രങ്ങളെ എന്റേതായിട്ടുള്ള ഇനി ചുമർചിത്ര ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ, അല്ലെ ചുമർചിത്ര പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ ഒരു ശൈലിയിൽ അടുത്ത തലമുറക്ക് നേദിക്കുവാനുള്ള കുറെ നല്ല കാഴ്ചപ്പാടുകളെ എനിക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള എന്റെ ശ്രമമാണ്. പുതിയ ചിത്രം വരക്കുക എന്നുള്ളതിനേക്കാൾ ഏറെ അത് കാഴ്ചക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള, കാഴ്ചക്കാരന്റെ മനസ്സിൽ എന്നും എടുത്തു പിടിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള വശ്യ സുന്ദരമായിട്ടുള്ള മോഹിനിമാൻ അടങ്ങുന്ന നല്ല ചിത്രങ്ങളാവണേ എന്നുള്ള എന്റെ പ്രാർത്ഥന
ഫലിക്കുവാനായിട്ട് ഞാൻ നിരന്തരം യത്നിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാൻ ഇന്ദുലേഖയെ മാധവനും എന്റെ മനസ്സിൽ കുടിയേറിയിട്ട് വർഷങ്ങളായി. ഈ ഇന്ദുലേഖയെ ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി കാഴ്ചക്കാരന്റെ മുന്നിൽ എത്തിക്കുവാനുള്ള ഒരു അടങ്ങാനാവാത്ത ത്വരയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. എത്രയോ വർഷം മുമ്പേ തന്നെ ഞാൻ അതിനുവേണ്ടി തയ്യാറെടുത്തിരുന്നു. ആ ഇന്ദുലേഖയും മാധവനും എന്റെ മനസ്സിൽ കുടിയേറിയതിന്റെ ഒരു വലിയ ഓർമ്മയാണ് എന്റെ മകന് ഞാൻ